ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഏതാനും നിമിഷങ്ങൾ ദൈവവചനത്തിൽ ചിലവഴിക്കുന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനല്ല, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടുതൽ അടുത്തു വരുവാനും ദൈവത്തിൻ്റെ നിത്യ ഉദ്ദേശത്തിൽ കൂടുതൽ ഉറപ്പിക്കപ്പെടുവാനും ഇത് നമ്മെ സഹായിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തോടെ വ്യക്തിപരമായി സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ സ്ഥിരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞതിനായി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു സത്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഇതിനകം തന്നെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആത്മാവിൽ തന്നെയാണ് അവിടുത്തെ മനസ്സും ഹൃദയവും നമുക്ക് മുന്നിൽ വയ്ക്കുവാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തെ ഓർക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിൽ വരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശം തിടുക്കത്തിൽ വിട്ടുപോരേണ്ടതിനുള്ള അരുളപ്പാട് ദൈവത്തിൽ നിന്ന് മോശയ്ക്ക് ലഭിച്ചു. ഇസ്രായേൽ മക്കൾ എല്ലാവരും തന്നെ മോശയുടെ വാക്ക് അനുസരിച്ചു. അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ അതിയായ സന്തോഷത്തോടെ മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ടു. അവരുടെ ഹൃദയങ്ങൾ ആനന്ദം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ദൈവം അവർക്കായി നിശ്ചയിച്ച യാത്രയിൽ മുന്നോട്ട് പോയപ്പോൾ പല പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. അവരുടെ മുന്നിൽ ചെങ്കടലുണ്ടായിരുന്നു. ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ വിശപ്പും ദാഹവും ഉണ്ടായി. വഴിയിൽ പല പ്രതികൂല സാഹചര്യങ്ങൾ ഉയർന്നു വന്നു. അവർ മിസ്രയീം വിട്ടിറങ്ങിയപ്പോൾ അനുഭവിച്ച ആ ആദ്യ സന്തോഷം ക്രമേണ മങ്ങിത്തുടങ്ങി. അവർ അഭിമുഖീകരിച്ച ആ സാഹചര്യങ്ങൾ അവരുടെ മനസ്സിനെ പിന്നോട്ട് തിരിച്ചു. തിരികെ മിസ്രയീമിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന ചിന്ത അവരിൽ ഉദിച്ചു. നമുക്കിത് കേൾക്കുമ്പോൾ അത്ഭുതമായതോ ബുദ്ധിഹീനമായതോ ആയി തോന്നിയേക്കാം. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവജനത്തിൻ്റെ ഹൃദയത്തിന് വേണ്ടത്ര മാറ്റം ഉണ്ടായിട്ടില്ല എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. ഇന്നും അനേകർ വലിയ സന്തോഷത്തോടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. പാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്ന് ലഭിച്ച വിടുതലിൽ അവർ ആനന്ദിക്കുന്നു. രക്ഷയുടെ അനുഭവങ്ങൾ കൊണ്ട് അവരുടെ ജീവിതങ്ങൾ നിറയ്ക്കപ്പെടുന്നു. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ആത്മീയയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും മനസ്സ് പഴയ ജീവിതത്തിലേക്ക് തിരിയുന്നു. വാഗ്ദത്ത ദേശത്തിൻ്റെ അവകാശത്തേക്കാൾ ഫറവോൻ്റെ അടിമത്തം ഏറെ നല്ലതെന്ന് അവർക്ക് തോന്നുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ദൈവജനവും ഇതിൽ നിന്നും ഒട്ടും തന്നെ വ്യത്യസ്തരല്ല. വർഷങ്ങളായുള്ള എൻ്റെ ശുശ്രൂഷയിൽ വലിയ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ച അനേകരെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം നൽകിയ അത്ഭുതകരമായ രക്ഷയും വിടുതലും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യാത്ര ദുഷ്കരമായപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് മുന്നേറുന്നതിനേക്കാൾ ഈ മിസ്രയീമിലേക്കും ഫറവോൻ്റെ അടിമത്തത്തിലേക്കും മടങ്ങുവാൻ അവർ ആഗ്രഹിച്ചു. നൂറ്റാണ്ടുകളായി ദൈവജനത്തിൻ്റെ ചരിത്രം ഇതുതന്നെയാണ്. പരീക്ഷണങ്ങളും കഷ്ടതകളും പ്രതികൂല സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ആത്മീയയാത്രയിൽ അനേകർ മടുത്തു പോകുന്നു. ക്രിസ്തുവിനോടൊപ്പം സഹിച്ചു നിൽക്കുവാൻ അവർ തയ്യാറാകുന്നതുമില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് ഒരു വലിയ വില കൊടുക്കേണ്ടതാണെന്ന് രൂത്തിൻ്റെ പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് അനേകരും ഓർപ്പയെ പോലെയാണ്. ഓർപ്പ നവോമിയോട് ഞാനും നിന്നോടുകൂടെ വരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രയാസങ്ങൾ നേരിടുവാൻ തുടങ്ങിയപ്പോൾ അവൾ നവോമിയെ ചുംബിച്ച് മടങ്ങിപ്പോയി. ഇന്നും അനേകം വിശ്വാസികൾ അങ്ങനെ തന്നെയാണ്. ആത്മീയയാത്രയിൽ കഷ്ടതകൾ വരുമ്പോൾ ഒരർത്ഥത്തിൽ അവർ തങ്ങളുടെ രക്ഷിതാവിനെ ചുംബിച്ചിട്ട് എനിക്കിതിലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നത് പോലെയാണ്. ആത്മീയ നേതാക്കൾ അവരെ ഉപദേശിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ഈ യാത്ര വളരെ പ്രയാസമുള്ളതാണ് എന്നവർ പറയുന്നു. നൽകേണ്ട വില നൽകുവാൻ അവർ തയ്യാറാകുന്നതുമില്ല. പ്രിയ വിശുദ്ധന്മാരെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ക്രിസ്തുയേശുവിൽ നമ്മുടെ വാഗ്ദത്ത ദേശത്തേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാന വാഗ്ദത്തം അവിടുന്ന് നമുക്ക് മുൻപായി പോവുകയും നമ്മോടുകൂടി ഇരിക്കുകയും ചെയ്യുമെന്നതാണ്. കഷ്ടതയോ ദുഃഖമോ മറ്റ് യുദ്ധങ്ങളോ ഉണ്ടാകുകയില്ല എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ നിന്നോടുകൂടി ഇരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മിസ്രയീമിനെയും ഫറവോനെയും പിന്നിലാക്കി. എന്നാൽ യാത്രയിൽ അനേകം ശത്രുക്കളെ നേരിടേണ്ടി വന്നു. വഴിയിൽ കണ്ടുമുട്ടിയ ഓരോ ശത്രുവിനെയും അവർ എതിർക്കുകയും വാഗ്ദത്ത ദേശത്തേക്ക് മുന്നേറുകയും ചെയ്യേണ്ടതായിരുന്നു.
അതായിരുന്നു ദൈവത്തിൻ്റെ ആഹ്വാനം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, അതിന് തയ്യാറാകാത്തവരായിരുന്നു ഭൂരിപക്ഷവും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിലുള്ള നമ്മുടെ വിളിയെക്കുറിച്ചും നിത്യ ഉദ്ദേശത്തെക്കുറിച്ചുമുള്ള അറിവിലും സത്യത്തിലും നാം സ്ഥിരപ്പെടണം. പലർക്കും കർത്താവിനെയും അവിടുത്തെ രക്ഷയെയും കുറിച്ചുള്ള അറിവ് വളരെ ഉപരിപ്ലവമാണ്. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് എനിക്കറിയാം, അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് പറയുവാൻ കഴിയും. എന്നാൽ അതിനപ്പുറം കർത്താവിനെ കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം അവരിൽ കാണുന്നില്ല. ക്രിസ്തുവിനെയും അവിടുത്തെ രക്ഷയെയും കുറിച്ച് അല്പമായ ഒരു പരിചയം മാത്രമേ അവർക്കുള്ളൂ. എന്തിനാണ് ദൈവം അവരെ രക്ഷിച്ചതെന്ന് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഏത് പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് അവർ രക്ഷിക്കപ്പെട്ടതെന്നും അവർക്ക് വ്യക്തമായിട്ടില്ല. അവർ വീണ്ടും ജനിച്ചിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ എന്താണ്? അവരുടെ രക്ഷയുടെ ഉദ്ദേശം എന്താണ്? ഇതെല്ലാം അറിയാതെ അനേകർ ജീവിക്കുന്നു. മറ്റു ചിലർ ഈ സത്യങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്? ഏത് ജീവനുള്ള പ്രത്യാശയിലേക്കാണ് വീണ്ടും ജനിച്ചത്? ഇതെല്ലാം അവർ കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ അതിനെ ഗൗരവമായി കാണാതെ ലാഘവബുദ്ധിയോടെ എടുക്കുന്നത് കൊണ്ടാണ് ഈ സത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ ഇടയിലും അത്തരക്കാരുണ്ടാകാം. സത്യം അവർ കേട്ടിട്ടുണ്ട്. ദൈവം എന്തിനാണ് അവരെ രക്ഷിച്ചതെന്നും അവിടുത്തെ ഉദ്ദേശവും എന്താണെന്നും അവർ അറിയുന്നു. എന്നിട്ടും അശ്രദ്ധരായി തുടരുന്നതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിന് ഉറപ്പില്ല. കാറ്റടിക്കുമ്പോൾ വേഗത്തിൽ പറന്നു പോകുന്ന കളകളെപ്പോലെയും കൊടുങ്കാറ്റിൽ ഇളകിപ്പോകുന്ന മേൽക്കൂരയിലെ ഓടുകളെപ്പോലെയും അവർ ആയിത്തീരുന്നു. സാത്താൻ അവരെ പരീക്ഷിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശത്രുവിൻ്റെ പ്രബലമായ തിരമാലകളിൽ അവർ ഒഴുകിപ്പോകുന്നു. പ്രിയരെ, ദൈവം നമ്മെ ഇങ്ങനെ അസ്ഥിരമാക്കുവാൻ അല്ല വിളിച്ചിരിക്കുന്നത്. അവിടുത്തെ ഉദ്ദേശത്തിൽ ആഴമായി വേരൂന്നി ക്രിസ്തുവിലുള്ള നമ്മുടെ വിളിയെ വ്യക്തമായി മനസ്സിലാക്കി എല്ലാ പരീക്ഷയിലും ഇളകാതെ നിലകൊള്ളുന്നവരായിരിക്കുവാനാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഉദ്ദേശത്തിൽ എന്നെ സ്ഥിരപ്പെടുത്തണമേ. അങ്ങയുടെ വിളിയെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് എനിക്ക് തരയണമേ. സാഹചര്യങ്ങൾ എന്നെ പിന്നോട്ട് തിരിക്കാതെ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന പൂർണ്ണതയിലേക്ക് ഞാൻ മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും തൻ്റെ ഉദ്ദേശത്തിൽ അചഞ്ചലരായി നിലകൊള്ളുവാൻ നമ്മെ ഓരോരുത്തരെയും കൃപയാൽ ശക്തരാക്കുകയും ചെയ്യട്ടെ. സഹോദരൻ ജോയി തോമസിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയതാണ് ഈ പ്രഭാത സന്ദേശം. ആമേൻ.